അതൊക്കെ എവിടെ അത് ഞാൻ വിളിച്ചു പോകണം, എനിക്ക് അറിഞ്ഞൂടാ. അല്ലേ? ഗംഭീര സിനിമയാണ്. ഇതുപോലത്തെ സിനിമകൾ ചരിത്രത്തിൽ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന കുറച്ച് വണ്ടേഴ്സ് എന്ന് പറയത്തില്ലേ, അതുപോലെയാണ്. സോ അതിലൊരു ചെറിയ ഭാഗമാകാൻ സാധിച്ചില്ല. ആസ് എൻ ആക്ടർ എനിക്കും ഇങ്ങനൊരു സിനിമ കാണാൻ പറ്റിയതിൽ ആസ് എൻ ഓഡിയൻസ് എനിക്കും വളരെ സന്തോഷമുണ്ട്. എങ്ങനെയുണ്ട് ഓഡിയൻസിൻ്റെ കൂടെ കണ്ടപ്പോൾ? ഞാൻ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ ചെറിയൊരു ഭാഗം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്ന് അപ്പോഴും എനിക്ക് കഥയൊന്നും അറിയില്ല. സോ ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ് കാര്യങ്ങളൊക്കെ. എനിക്ക് ഫസ്റ്റ് ടൈം ആ ഒരു എന്താ പറയുക, എല്ലാ ഓഡിയൻസിനെ പോലെ തന്നെ എനിക്കും ഭയങ്കര പുതുമയായിരുന്നു എല്ലാ കാര്യങ്ങളും. നമുക്ക് ഒരുമിച്ച് കോമ്പിനേഷനിൽ വരുന്നത് കണ്ടപ്പോൾ എന്ത് തോന്നി? കുറെ വർഷങ്ങൾക്ക് ഒരുപാട് ഇപ്പോഴൊക്കെ അവർ കൈകോർത്തിട്ടുണ്ടോ, അവർ ഇൻഡിവിജ്വലായിട്ടും നമ്മളെ അത് നമ്മൾ പറയേണ്ട പോലും കാര്യമില്ല. ദേ ബിക്കംസ് മലയാള സിനിമയുടെ ഏറ്റവും തലപ്പത്താണ് അവർ. വീണ്ടും അവരൊന്നിച്ചപ്പോൾ നമുക്ക് ഏറ്റവും മാജിക് നമുക്ക് പ്രേക്ഷകരോടൊക്കെ എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും തിയേറ്ററിൽ വിറ്റ്നസ് ചെയ്യേണ്ട സിനിമയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഇറ്റ്സ് വിഷ്വൽ ട്രീറ്റ്. ഓഫ് കോഴ്സ് മമ്മൂക്ക, ലാലേട്ടൻ, ഫഹദ്, ചക്കോഷൻ, നയൻതാര, സ്റ്റാർ കാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇറ്റ്സ് ആൻ എപ്പിക് ദർശനം കണ്ടില്ല. ഉഗ്രനായിരുന്നു. ലാലേട്ടൻ മമ്മൂക്കാറിന്റെ കുറെ നാൾക്ക് അത് തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവർ രണ്ടുപേരും സ്ക്രീനിൽ കാണുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം. ഇല്ല, ഞാൻ ഇനി വിളിക്കണം. അപ്പോൾ അത് ഇവിടെ ഇല്ല. ഷൂട്ടിങ്ങിലാണോ? ഷൂട്ടല്ല, എവിടെ പോയിരിക്കുകയാണ്. വിളിച്ചോളൂ. ഗംഭീരമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് അവർ രണ്ടുപേരെയും കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. അത് എപ്പോഴും സംഭവിക്കുന്നില്ല. ഇതിപ്പോൾ ഇത്ര ഒരു മാസിവ് പടത്തിന് വന്നത് തന്നെ ഭയങ്കര ഒരു രസമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഗംഭീരമായിരുന്നു. മൂർത്തി പടത്തിലുണ്ട്. അപ്പൊ ഞാനില്ല. എന്റെയോ? ഞാൻ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. അതൊക്കെ എവിടെ അത് ഞാൻ വിളിച്ചു പോകണം, എനിക്ക് അറിഞ്ഞൂടാ. അല്ലേ? കൊച്ചിയിലില്ല. വരുമോ? ഇല്ല, കൊച്ചിയിലില്ല. ഇല്ല. വിളിച്ചു നോക്കിയിട്ട്. ഓക്കെ, താങ്ക് യു. ശരി.